നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ വെർച്വൽ രാഷ്ട്രീയ കൂട്ടായ്മയായ കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് CJP, 6-ാം തീയതി ഡൽഹി ജന്തർ മന്ദിറിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് പ്രകടനം സംഘടിപ്പിക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിൽ എത്തുമെന്ന് CJP സ്ഥാപകൻ അഭിജിത്ത് ദീപക് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. നീറ്റ്, CBSE, CUET, SSCGD എന്നിവയിലെ ക്രമക്കേടുകളുടെ ഫലമായി 1 കോടിയിലധികം വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ അപകടത്തിലാണ്. ചിലർക്ക് ജീവൻ വരെ നഷ്ടമായി. എന്നിട്ടും ആരും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. അതിപ്പോൾ അവസാനിക്കുകയാണ്. രാജി ആവശ്യപ്പെട്ട് 8 ലക്ഷത്തിലധികം പേർ ഒപ്പിട്ടിട്ടും മന്ത്രി രാജിക്ക് തയ്യാറാവുന്നില്ല. സോഷ്യൽ മീഡിയ പ്രതിഷേധത്തെ സമാധാനപരമായ പ്രകടനമാക്കി മാറ്റാൻ സമയമായിരിക്കുന്നു. വിമാനത്താവളത്തിൽ നിന്ന് അഭിജിത്തിനൊപ്പം എല്ലാവരും ചേർന്ന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി ജന്തർ മന്ദിറിൽ സമാധാനപരമായ പ്രകടനം നടത്തുന്നതിന് അനുമതി തേടും. സമാധാനപരമായി ശബ്ദമുയർത്താനുള്ള അവകാശം നമുക്ക് ഭരണഘടന നൽകുന്നുണ്ട്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ പ്രകടനം നമ്മുടേതാണ് എന്ന കുറിപ്പോടുകൂടിയാണ് അഭിജിത്ത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഇതിനിടെ കൊച്ചിയിൽ CJP സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ നീക്കം നടന്നു. ടെലിഗ്രാം അക്കൗണ്ടിലൂടെയാണ് കൂട്ടായ്മയുടെ പ്രചാരണം നടന്നത്. യോഗത്തിന്റെ അജണ്ടയും സന്ദേശത്തിലുണ്ട്. ആരാണ് സന്ദേശത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. CJP കോക്രോച്ച് ജനതാ പാർട്ടി സൗത്ത് ഇന്ത്യ കൊച്ചി മീറ്റപ്പ് എന്ന തരത്തിലുള്ള പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. അതിലെ QR കോഡ് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്കാണ് എത്തുന്നത്. സമാധാനപരമായ കൂടിക്കാഴ്ചയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൊഴിലില്ലാത്ത യുവാക്കളെ പാറ്റകളോട് താരതമ്യപ്പെടുത്തിയ ചീഫ് ജസ്റ്റിസിന്റെ പരാമർശത്തെ പരിഹസിക്കാനാണ് പൂനെ സ്വദേശി അഭിജിത്ത് ദീപക് കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചത്. നിലവിലെ രാഷ്ട്രീയ സംസ്കാരത്തെ ട്രോളുന്ന പ്ലാറ്റ്ഫോം എന്ന നിലയിലായിരുന്നു അതിന് തുടക്കം. അത് ഡിജിറ്റൽ വിപ്ലവമായി മാറി. 5 ദിവസം കൊണ്ട് ഇൻസ്റ്റയിൽ 1,85,00,000 ഫോളോവർമാരെ നേടി CJPയുടെയും കോൺഗ്രസിന്റെയും ഔദ്യോഗിക പേജുകളെ CJP മറികടന്നിരുന്നു.